ആഗമനകാലം 2-ാം വാരം ബുധൻ. തിരുവചനം: യേശു അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. മത്തായിയുടെ സുവിശേഷം 11:28. അമേരിക്കയിലെ സാമൂഹ്യ പ്രവർത്തകരിൽ അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ക്ലാര ഹേൽ. അമ്മമാർ മയക്കുമരുന്നിന് അടിമകളായപ്പോൾ അത് ഗർഭസ്ഥ ശിശുക്കളെ ബാധിച്ചു. കുഞ്ഞുങ്ങൾ സമാധാനമായി കിടക്കുവാൻ അമ്മമാർ കുഞ്ഞുങ്ങൾക്കും മയക്കുമരുന്ന് കൊടുത്തു. ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ക്ലാര ഹേലിൻ്റെ മാതൃത്വം ഉണർന്നു. സാമ്പത്തികമായി ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും ഏതാനും കുട്ടികളെ തൻ്റെ ഭവനത്തിൽ തന്നെ സ്വീകരിച്ചുകൊണ്ട് 1960 ഹേലെ ഹൗസ് തുടക്കം കുറിച്ചു. ക്രമേണ കുട്ടികളുടെ എണ്ണം കൂടി 1991 മാമ ഹേലെ റിട്ടയർ ചെയ്യുമ്പോൾ 1000-ഓളം കുട്ടികൾ ഹേലെ ഹൗസിൽ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ക്ലാര ഹേലിനെ വിശേഷിപ്പിച്ചത് അമേരിക്കയിലെ വെളിച്ചം വീശിയ ധീര വനിത എന്നായിരുന്നു. ക്ലാര ഹേൽ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം, കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് കിട്ടുവാൻ കരയുമ്പോൾ ക്ലാര ഹേൽ ഒത്തിരി സ്നേഹം കൊടുത്തിരുന്നു. മാറോട് ചേർത്ത് വെച്ച് ചുംബിക്കുമായിരുന്നു. എത്ര സ്നേഹം കൊടുത്താലും കുഞ്ഞുങ്ങൾ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. അവർക്ക് വേണ്ടത് മയക്കുമരുന്ന് തന്നെ. ക്ലാര ഹേലിൻ്റെ നൊമ്പരം യേശു അനുഭവിച്ച നൊമ്പരം തന്നെയാണ്. യേശു മാർഗ്രറ്റ് മേരി അലക്കോക്കിനോട് തൻ്റെ തുറന്ന തിരുഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് പരാതിപ്പെട്ടു, ഞാൻ എത്രമാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നു, എന്നാൽ എൻ്റെ സ്നേഹത്തിൻ്റെ വില അവർ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ജീവിതഭാരത്താൽ തളർന്നവരെയും യേശു തൻ്റെ സ്നേഹകൂടാരത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ സ്നേഹപൂർവ്വം വിളിക്കുന്നു.